പ്രിയമുള്ളവരെ, പരിപാടി ആരംഭിക്കുന്നത് ഇന്നത്തെ എൻ്റെ സ്പീച്ചിലൂടെയാണ് എന്നുള്ളത് എനിക്ക് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഒരു നല്ല ഇവൻറ്റ് നടക്കുമ്പോൾ അതിലാദ്യ സ്പീക്കറായി അവസരം കിട്ടുക എന്നുള്ളത് സന്തോഷമാണ്. അത് മാത്രമല്ല, കോഴിക്കോട് ടൗൺ ഹാളിൽ വർഷങ്ങൾക്ക് ശേഷം വരുന്നതിൻ്റെ ഒരു സന്തോഷം. പേഴ്സണലി വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എൻ്റെ മകൻ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന സമയത്താണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ഈ കുട്ടികളുടെ അമ്മമാർക്കുള്ള ക്വിസ് കോമ്പറ്റീഷനിൽ സമ്മാനം മേടിച്ചിട്ടാണ് ഇവിടെ സ്റ്റേജിൽ ആദ്യമായിട്ട് കയറുന്നത്. അന്ന് കോഴിക്കോടാണ് ഞാൻ താമസിച്ചത്. ഒരു സെക്കൻഡ് ഹോമായിരുന്നു. എൻ്റെ LLB ചെയ്തത് ഇവിടെ ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോടിലാണ്. അങ്ങനെ കോഴിക്കോടുമായിട്ട് ഒരു ബന്ധം എനിക്ക് ഉണ്ട് എന്നും കൂടി പറയായിരുന്നു. ഇലക്ഷൻ സമയങ്ങളിലൊക്കെ സർക്കിൾക്കൊക്കെ വേണ്ടി പലപ്പോഴും ഇവിടെ വരാറുണ്ട്. മറ്റു പല പരിപാടികൾ അജിത ചേച്ചി, അതുപോലെ തന്നെ നിസ, അങ്ങനെയുള്ള ഒരുപാട് സംഗതികളായിട്ട് ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് കോഴിക്കോടത്തെ കുറച്ച് പേരൊക്കെ അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പലരും പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരാണ്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടന തന്നെയും പിന്നെയും ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ സിറ്റിസൺസ് അമെൻമെൻറ്റ് ആക്ട് ഇന്ന് വലിയ രീതിയിൽ തന്നെ ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു ഇലക്ഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സമൂഹത്തെ അതല്ലാതാക്കി മാറ്റാനുള്ളൊരു കഴിവ് ഈ ഭരണഘടനയ്ക്കുണ്ട് എന്നൊരിക്കൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നും കൂടി ഭയപ്പെടുന്നു. വലിയൊരു ഭൂരിപക്ഷത്തോടെ നിലവിലുള്ള ഗവൺമെൻറ് തന്നെ ആയിരിക്കും ഇനിയും വരിക എന്നൊരു ആശങ്കയും നമുക്കുണ്ട്, ഉറപ്പായ ആശങ്ക. അത്തരമൊരു സാഹചര്യത്തിൽ നിലവിലുള്ള ഭരണകൂടങ്ങൾ ഏതു തന്നെ ആയാലും, ഏത് പാർട്ടിയുടെ ഭരണകൂടങ്ങളാണെങ്കിലും, അതൊരു പക്ഷേ സംസ്ഥാന ഭരണകൂടമാണെങ്കിലും, അത് യൂണിയൻ ഭരണകൂടമാണെങ്കിലും, യൂണിയനാണെങ്കിലും, എങ്ങനെയാണ് നമ്മളെ ഭരിക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കേണ്ടത്, അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഘടന എന്തായിരിക്കണം? ദ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് എന്താ അതിൻ്റെ അർത്ഥം? വെറും ഘടന. ഒരു രാഷ്ട്രം എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത് എന്നതിൻ്റെ ഭരണത്തിൻ്റെ ഘടനയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റിലൂടെ നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി സ്ഥാപിച്ച് എല്ലാവർക്കും ഡിബേറ്റ്, ആ ഡിബേറ്റിലൂടെ ഉരുതിരിഞ്ഞു വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പല പല രാജ്യങ്ങളിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പല ഫീച്ചേഴ്സ്, ഇങ്ങനെ പലതും നമ്മൾ പല തവണകളായിട്ട് വായിക്കുകയും ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഭരണഘടനയ്ക്കൊരു ആമുഖമുണ്ട്. ആ ആമുഖത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മുടേതാണോ എന്നും കൂടി നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെയുള്ളൊരു ഇന്ത്യയിലാണോ നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്ത്യയാണോ നമ്മൾ ഇനിയും കെട്ടിപ്പടുക്കേണ്ടത്? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ആശങ്കകളായിട്ട് എനിക്ക് തോന്നാറുണ്ട് പലവട്ടം ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ് ഞാൻ സംസാരിക്കാൻ ഇവിടെ തിരഞ്ഞെടുത്ത വിഷയമെങ്കിലും, അടിസ്ഥാന തത്വത്തിൻ്റെ തന്നെ ഭാഗമായി, അല്ലെങ്കിൽ ഭരണഘടനയെ ഒരു ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു കീ ടു ഓപ്പൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഗതിയാണ് ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഭരണഘടനയുടെ ആമുഖം, ഭരണഘടനയ്ക്കകത്ത് എങ്ങനെയെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഭരണഘടന തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ആമുഖം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സോളംലി കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ. അതായത് നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങളായി നമ്മൾ ഇന്ത്യയെ ഇങ്ങനെയാക്കി മാറ്റുന്നു. എങ്ങനെയുള്ള ഇന്ത്യ? അപ്പൊ വി ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളാണ്. ഭരണഘടന എഴുതിയ മറ്റാരുമല്ല. പിന്നീട് ചേർക്കപ്പെട്ട പ്രിയാമ്പിള് പിന്നീട് മറ്റാരും എഴുതിയതാണ്, അവരുമല്ല. അന്ന് വായിക്കുന്ന ഇന്ത്യക്കാർ അവരാണ് ഇന്ത്യക്കാർ. ഇന്ന് വായിക്കുന്ന ഇന്ത്യക്കാർ നമ്മളാണ് ഇന്ത്യക്കാർ. നാളെ വായിക്കുന്ന ഇന്ത്യക്കാർ അവരാണ് ഇന്ത്യക്കാർ. അപ്പോൾ ഓരോ തവണയും വി എന്ന ആ ഫോമിലാണ് നിൽക്കുന്നത്, നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ. അപ്പോൾ ഓരോ വായനക്കാരനും, ഓരോ ഇന്ത്യൻ പൗരനും അത് അവനവൻ്റെ ഭരണഘടനയാണ്, അവനവന് വേണ്ടി തയ്യാറാക്കിയതാണ്. എൻ്റെ രാഷ്ട്രം എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത് എന്ന് ആ രാഷ്ട്രത്തിലെ ഒരു പൗരൻ തീരുമാനിക്കുന്നത് പോലെയാണ് ആ ഭരണഘടനയുടെ ആമുഖം വന്നിട്ടുള്ളത്. അപ്പം അത്രമേൽ ഈ ഭരണഘടനയെ അവനവൻ്റെ പൗരനിലേക്ക് എത്തിക്കുന്നു എന്നൊരു വലിയ മെസ്സേജാണ് അതിലുള്ളത്. പക്ഷേ ആ ഭരണഘടന എങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ആ രാഷ്ട്രം എങ്ങനെയാണ് ആവേണ്ടത് എന്നതിനെ കുറിച്ചും കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പം അതിൽ പറയുന്നത് വി സോളംലി കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ, പരമാധികാരമുള്ള, സോവറിൻ
സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. ഇന്ത്യ സോവറിൻ ആണോ? ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയിലെ ഓരോ പൗരനും അവനവളുടെ പരമാധികാരം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥ നമുക്കുണ്ടോ? ഏറ്റവും ചെറുതായി പറയുകയാണെങ്കിൽ ഒരു നിയമം എടുക്കുക, ഒരു തൊഴിലാളി നിയമം എടുക്കുക. തൊഴിലാളികൾക്ക് 100 വർഷത്തിലേറെ മുൻപ് തുടങ്ങിയ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ സമരങ്ങളുടെ ഭാഗമായും ഡിമാൻഡുകളുടെ ഭാഗമായി നേടിയെടുത്ത 48ഓളം തൊഴിൽ നിയമങ്ങൾ ചവിട്ടി ഒതുക്കി 4 കോഡുകളാക്കി മാറ്റി അതിനെ അരിഞ്ഞ് ചെറുതാക്കി, അത് ഉദാഹരണമായി പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാനുള്ള അധികാരം തൊഴിലാളികൾക്ക് മാത്രമായിരുന്നത് ഇന്ന് മുതലാളിമാർക്കും കൂടി ആക്കി മാറ്റി, ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് കപ്പാസിറ്റി മുതലാളിമാർക്കും കൂടി നൽകി, അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ മാറ്റിയെടുത്തിരിക്കുകയാണ്. എന്നിരുന്നാലും ആ നാമമാത്രമായി നിൽക്കുന്ന ആ തൊഴിൽ നിയമങ്ങൾ 48-ൽ നിന്ന് 4 കോഡിലേക്ക് ഒതുക്കി ചേർത്ത ആ തൊഴിൽ നിയമങ്ങൾ പോലും ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ ആപ്ലിക്കബിൾ അല്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട്, റൂൾ ഓഫ് ലോ അനുസരിച്ചിട്ട് ഇന്ത്യയുടെ നിയമം എവിടെ പാസ്സാക്കിയിട്ടുണ്ടോ, പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ടോ, അത് ഇന്ത്യയിൽ മുഴുവൻ ആപ്ലിക്കബിൾ ആണ്. എന്നാൽ ആ നിയമം ഇന്ത്യയിലെ ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി പറയുകയാണ്, ഈ സ്പെഷ്യൽ ഇക്കണോമിക് സോണിൽ നിന്നും ആ നിയമങ്ങൾ, ആ അവകാശങ്ങളെ മാറ്റി നിർത്തുന്നു. കാരണം ഇതൊരു സ്പെഷ്യൽ ഇക്കണോമിക് സോണാണ്, ഇവിടെ അന്താരാഷ്ട്ര കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികളാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവിടുത്തെ തൊഴിലാളികൾക്ക് അവരുടെ ബേസിക് ആയിട്ടുള്ള പല സംഗതികളെയും നിഷേധിക്കുന്ന തരത്തിലുള്ള തൊഴിൽ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സ്വഭാവമാണ് അവർ അനുവർത്തിച്ചു വരുന്നത്. അത് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരു രാഷ്ട്രം ഉണ്ടാക്കിയ നിയമത്തെ, ആ നിയമം അവിടുത്തെ ജനങ്ങൾക്ക്, അവിടുത്തെ തൊഴിലാളികൾക്ക്, അവിടുത്തെ പൗരന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ ടെറിട്ടറിക്ക് അകത്ത് ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഭരണമോ ആണ് നിലനിൽക്കുന്നത്, ആ തൊഴിലാളികളെ ഭരിക്കുന്നത് എങ്കിൽ അത് സാധ്യമല്ല എന്ന് പറയുന്നതോടുകൂടി ഇന്ത്യ എന്ന പരമാധികാര രാഷ്ട്രത്തിൻ്റെ ആ സോവർണിറ്റിക്ക് ഘടകവിരുദ്ധമായ സംഗതിയാണ് അവരുടെ നിയമം അവിടെ പാലിക്കാൻ പറ്റുന്നില്ല എന്നത്. അപ്പൊ ഇന്ത്യ ഒരു സോവറിൻ കൺട്രി ആക്കേണ്ടത്, രാഷ്ട്രമാക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമായി മാറുകയാണ്, പ്രിയാമ്പിളിൽ എഴുതി വെച്ച പോലെ. രണ്ടാമത്തെ സംഗതി വരുന്നത് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ് എന്നുള്ളതാണ്. സ്ഥിതിസമത്വ രാഷ്ട്രം എന്ന് പറയുമ്പോൾ വളരെ രസകരമായ സംഗതിയാണ്. എത്രത്തോളം നമുക്ക് ഒരു റിസോഴ്സിന്റെ മുകളിലുള്ള അവകാശമുണ്ട് എന്ന് ചോദിച്ചാൽ അത് പലപ്പോഴും നമ്മളുടെ ജാതി, മതം, വർഗം, വർണ്ണം, ലിംഗം, ദേശം, ഭാഷ, അങ്ങനെ പലതിനെയും ആശ്രയിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ മിലിറ്ററികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പോലും നടക്കുന്ന സമയത്ത് നമ്മൾ ഏത് ജോഗ്രഫിയിൽ നിന്ന് വരുന്നു, ഏത് സ്റ്റേറ്റിൽ നിന്ന് വരുന്നു എന്നതൊക്കെ നോക്കി അതെങ്ങനെ നമ്മളെ തട്ടിക്കളയാം എന്നാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഒരു റിസോഴ്സിലേക്ക്, തൊഴിലെന്ന റിസോഴ്സിലേക്കുള്ള നമ്മളുടെ ആ അവകാശത്തെ, ആ സോഷ്യലിസ്റ്റ് അവകാശത്തെ നിഷേധിക്കുകയാണ്. അങ്ങനെ എണ്ണം എടുത്ത് നോക്കിയാൽ എല്ലാ മേഖലകളിലും ഈ സ്ഥിതി സമത്വം നമുക്ക് സാധ്യമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഉദാഹരണങ്ങൾ പറയാം. എന്നിരുന്നാലും അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. മതേതരത്വം, മതനിരപേക്ഷത എന്ന് പറയുന്ന സെക്യുലർ കൺസെപ്റ്റ്. സെക്യുലറിസം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഭരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സംഗതിയാണ്. കൃത്യമായി മതത്തെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഒരു ഭരണം എന്ന് പറയുമ്പോൾ അവിടെ നിയമമാണല്ലോ, നിയമത്തിന്റെ രൂപത്തിലാണോ അത് എക്സൈസ് ചെയ്യപ്പെടുന്നത്. ഒരു കളവ് എന്ന് പറയുന്ന ഒരു ഒഫൻസ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം 3 വർഷം തടവ് കിട്ടുന്ന ഒരു ശിക്ഷയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഒഫൻസ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റകൃത്യമാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഡിവോഴ്സാണ്. നിങ്ങൾ ഒരാളെ ടെക്നിക്കലി കറക്റ്റ് അല്ലാതെ ഡിവോഴ്സ് ചെയ്താൽ, നിയമപരമല്ലാതെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്താൽ നിങ്ങൾ കുറ്റവാളിയാകും. കളവിന് കിട്ടുന്നത് പോലെ തന്നെ 3 കൊല്ലം ശിക്ഷ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ അത് ഹിന്ദു ആണോ കളവ് ചെയ്തത്, ക്രിസ്ത്യനാണോ ചെയ്തത്, ഇസ്ലാം ആണോ ചെയ്തത്, ആണാണോ ചെയ്തത്, പെണ്ണാണോ ചെയ്തത് ഒന്നും നോക്കാതെയാണ് പീനൽ കോഡ് പ്രവർത്തിക്കേണ്ടത്. പീനൽ കോഡിലെങ്കിലും അത്തരം മതനിരപേക്ഷതയുണ്ട്
കൊലപാതകം ചെയ്ത വ്യക്തി ഹിന്ദു ആണെങ്കിൽ ശരി ഒരു ഇളവ് കൊടുക്കാം, ക്രിസ്ത്യൻ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ശിക്ഷിക്കാം എന്നില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഡിവോഴ്സ് ചെയ്യുന്ന സംഗതിയെ ക്രൈം ആക്കിയിരിക്കുകയാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള, മറ്റുള്ളവർ ഇടപെടേണ്ടാത്ത ഒരു സ്പേസ് ആണത്. രണ്ട് വ്യക്തികളുടെ ബന്ധമാണ്. അവിടേക്ക് നിയമം കടന്നു വന്ന് നീ ഒരു സ്ത്രീയെ ഉപേക്ഷിക്കുന്നു, അത് നിയമപരമല്ല, ഞാൻ എന്നെ ഉപേക്ഷിച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഹിന്ദു ആണെങ്കിൽ ശിക്ഷയില്ല, ക്രിസ്ത്യൻ ആണെങ്കിൽ ശിക്ഷയില്ല, ഇസ്ലാം ആണെങ്കിൽ ശിക്ഷയുണ്ട്, പാഴ്സി ആണെങ്കിൽ ശിക്ഷയില്ല, ബൗദ്ധനാണെങ്കിൽ ശിക്ഷയില്ല എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞു പിടിച്ച് ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം, ആ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളെ മാത്രം സംരക്ഷിക്കാൻ എന്ന വ്യാജേന ആ കമ്മ്യൂണിറ്റിയിലെ പുരുഷന്മാരെയാണ് ഇവിടെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം രീതികളിലാണ് ഒരു മതനിരപേക്ഷ രാഷ്ട്രം പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സംഗതി. അപ്പോൾ അവിടെ എങ്ങനെയാണ് മതത്തെ അല്ലെങ്കിൽ ജാതിയെ അല്ലെങ്കിൽ വർഗത്തെ അല്ലെങ്കിൽ വർണ്ണത്തെ നമ്മൾ എടുത്തു മാറ്റുന്നത്? ഇത് സോഷ്യലിസത്തിൻ്റെയും ഉദാഹരണമായിട്ട് പറയാം. നോട്ട് പ്രാക്ടീസിങ് ഈക്വാളിറ്റി എന്ന രീതിയിലും, അതുപോലെ തന്നെ നോട്ട് പ്രാക്ടീസിങ് സെക്യുലറിസം എന്ന ലെവലിൽ നോക്കുമ്പോഴും ഒരേ ഉദാഹരണം വെച്ച് സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റിസൺ അമെൻമെന്റ് ആക്റ്റും അങ്ങനെ തന്നെ. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഇന്ത്യയാണ് ഡെമോക്രാറ്റിക് ആയിട്ടിരിക്കുന്നത്. നമുക്കറിയാം ഡെമോക്രസിയെ കുറിച്ച് പറയുമ്പോൾ ഇലക്ഷൻ, പാർലമെന്ററി ഡെമോക്രസി മാത്രമേ നമുക്കറിയുള്ളൂ, ഇലക്ഷൻ രാഷ്ട്രീയം മാത്രമേ നമുക്കറിയുള്ളൂ. ഭൂരിപക്ഷം ഭരിക്കപ്പെടുന്ന ഇന്ത്യ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 100 പേര് വോട്ട് ചെയ്യാനുള്ള അവകാശ അധികാരമുള്ള 100 പേരുണ്ടെങ്കിൽ 70 പേര് വോട്ട് ചെയ്യും. സാധാരണ നിലയിൽ പോളിംഗ് റേറ്റ് നോക്കുമ്പോൾ, ശതമാനം നോക്കുന്ന സമയത്ത് അതിൽ 5 പേരെങ്കിലും പ്രബലരായ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ ജയിക്കുന്ന ആളുടെ വോട്ട് 20-ന്റെയും 30-ന്റെയും ഇടയിലാണ് പതിവ്, വൻ ഭൂരിപക്ഷമൊക്കെ ആണെങ്കിൽ. അപ്പൊ എത്ര ശതമാനം ആളുകളുടെ വോട്ട് നേടിയിട്ടാണ് ഈ പാർലമെന്ററി ഡെമോക്രസി ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് അങ്ങനെയുള്ള ആ പാർലമെന്റിന്റെ അകത്തിരിക്കുന്ന പാർലമെന്റേറിയൻസ് ചേർന്ന ആ പാർലമെന്റാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെ തീരുമാനിക്കുന്നത്. എങ്ങനെ തീരുമാനിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന ഉപയോഗിച്ച് ഇന്ത്യയെ ഭരിച്ചുകൊണ്ട്, ഇന്ത്യക്ക് വേണ്ടുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ട്, ഇന്ത്യക്ക് വേണ്ടുന്ന പോളിസീസ്, നയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, വിദേശ രാജ്യ ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട്, ഇവിടുത്തെ ജാതി മത വർഗ ലിംഗ ഭേദമന്യേ മനുഷ്യരെ നോക്കിക്കാണേണ്ടുന്നവർ, അവർ എന്ത് പേരിലാണ് അധികാരത്തിൽ വരുന്നത് എന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഈ സമയത്ത്. അപ്പോൾ ഡെമോക്രസി അറ്റ് സ്റ്റേക്ക് എന്ന രീതിയിലാണ് ഇന്ന് ഇന്ത്യൻ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും നമ്മൾ അനുഭവിച്ചത് അത് തന്നെയായിരുന്നു. ഇനി നാളെ എങ്ങനെ ആയിരിക്കണം? ഇതൊക്കെ ആയിട്ടുള്ളൊരു ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്, അത് ഉറപ്പാണ്. കാരണം ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് എന്ത് ചെയ്യണം? അവിടുത്തെ ജനങ്ങൾക്ക് ജസ്റ്റിസ് നൽകണം, നൈതികത നൽകണം. രാഷ്ട്രീയപരമായ നൈതികത, സാമൂഹ്യപരമായ നൈതികത, അതുപോലെ തന്നെ ഇക്കണോമിക് ആയിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള നൈതികത, ഇക്കണോമിക് ജസ്റ്റിസ്. അപ്പൊ 3 രീതിയിലുമുള്ള ജസ്റ്റിസ് ഡെലിവർ ചെയ്യണം. മാത്രമാണോ? ലിബർട്ടി വേണം, ചിന്തകൾക്ക് ലിബർട്ടി വേണം. ചിന്തകൾക്ക് ഒരു കവിത ഒരു ചിന്തയായി വന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്തൊക്കെ രീതിയിലുള്ള, ഈവൻ രാഷ്ട്രത്തിന് പോലും അതിൻ്റെ അഖണ്ഡതയെ തുരങ്കം വെക്കുന്നു, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിലേക്ക് നയിക്കുന്നു എന്ന രീതിയിലാണ് ഒരു പാംഫ്ലെറ്റ് കയ്യിൽ വെച്ച ഒരു മകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നമ്മൾ കണ്ടത്. അതിനു വേണ്ടുന്ന കരി നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് ചിന്തകൾക്ക് പോലും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ ലിബർട്ടി ഓഫ് തോട്ട്, ലിബർട്ടി ഓഫ് ഫെയ്ത്ത്, ലിബർട്ടി ഓഫ് വർഷിപ്പ്, ലിബർട്ടി ഓഫ് ബിലീഫ് എന്നൊക്കെ പറയണത്? ആ രാഷ്ട്രത്തിൽ അങ്ങനെയൊക്കെ കിട്ടേണ്ടുന്ന ഒരു രാഷ്ട്രം, എവിടെയാണ് ആ സ്വാതന്ത്ര്യം? പിന്നെ ഈക്വാളിറ്റി തന്നെയാണ് സംസാരിക്കുന്നത്, ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സ്റ്റാറ്റസ്. അവസരത്തിനും അതുപോലെ തന്നെ പദവിക്കുമുള്ള ഈക്വാളിറ്റി നേരത്തെ സംസാരിച്ചതാണ്. ഇതെല്ലാം ചേർന്ന് വരുമ്പോഴാണ് ആ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഫ്രട്ടേണിറ്റി പ്രൊമോട്ട് ചെയ്യപ്പെടുക. നമ്മളുടെ ഇടയിൽ നമ്മൾ മനുഷ്യനുമാണ് എന്ന ആ ഒരു ഫ്രട്ടേണിറ്റി നമ്മളിൽ വർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ സ്വതന്ത്രമായ ഒരു ഇന്ത്യയിൽ ലിബർട്ടിയും അതുപോലെ തന്നെ ഈക്വാളിറ്റിയും ജസ്റ്റിസും ഒക്കെ അനുഭവിക്കുന്ന പരമാധികാര രാഷ്ട്രത്തിൽ ഇരുന്ന്
ഇതൊക്കെ അനുഭവിക്കുന്ന പൗരന്മാരുടെ ഇടയിൽ മാത്രമേ ഫ്രട്ടേണിറ്റി ഉണ്ടാവുകയുള്ളൂ. ഈ ഫ്രട്ടേണിറ്റി ഉണ്ടാകുന്നത് നിങ്ങളുടെ ഡിഗ്നിറ്റിയെ മാനിക്കുന്ന സമയത്താണ്. അവിടെ ഉയർത്തിപ്പിടിക്കേണ്ടത് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആണ് എന്നുള്ളതാണ്. പറഞ്ഞു വരുമ്പോൾ ഇന്ത്യ എന്ന ഈ രാഷ്ട്രം, ഈ നേഷൻ സ്റ്റേറ്റ് ഈ ഭരണഘടന വഴി നൽകുന്നത് ഈ രാഷ്ട്രത്തിലെ ഓരോ പൗരനും ഈ ഡിഗ്നിറ്റി എന്നുള്ള സംഗതിയാണ്. അത് കഴിഞ്ഞാണ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷനെ കുറിച്ച് സംസാരിക്കുന്നത്. ഒരു മനുഷ്യന് ആത്മാഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ആ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് തമ്മിൽ സഹോദര്യത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ രാഷ്ട്രത്തിന് ഐക്യവും അഖണ്ഡതയും ഉണ്ടാകാൻ പോകുന്നുള്ളൂ. 100 കൊല്ലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാറ്റി വരയ്ക്കപ്പെടാത്ത അതിർത്തികളുള്ള രാഷ്ട്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് എനിക്ക് സംശയമാണ്. എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്ന് നോക്കുമ്പോൾ 1 or 2 രാഷ്ട്രമുണ്ടെങ്കിൽ ഭാഗ്യം. 100 കൊല്ലങ്ങൾക്കിപ്പുറം ആണ് നമ്മൾ രാഷ്ട്രങ്ങളെ കാണേണ്ടത്. 100 കൊല്ലം എന്ന് പറയുന്നത് അത്ര വലിയ സമയവുമല്ല എന്ന് നമുക്കറിയാം, മാറ്റങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു ടെറിട്ടറി, ഒരു രാഷ്ട്രത്തെ തീരുമാനിക്കുന്ന ടെറിട്ടറി, ആ ടെറിട്ടറിയെ പൊളിക്കുന്ന ജനതകൾ, ആ ടെറിട്ടറി എങ്ങനെ വേണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ഇടം, ആ ടെറിട്ടറി അകത്ത് നിയമം. നമ്മുടെ ചെറുപ്പക്കാരായ മക്കളുമായി സംസാരിക്കുന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യുന്നത് ഈ രാഷ്ട്രത്തിൽ കുറ്റമല്ലല്ലോ. ഉദാഹരണമായിട്ട് ഒരേ ലിംഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള മാരേജ് പല രാഷ്ട്രങ്ങളിലും അത് ക്രൈമല്ല, അത് എൻ്റെ പേരിൽ ആരെയും ശിക്ഷിക്കാറുമില്ല, അത് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെറിട്ടറിക്ക് അകത്ത് നിന്നുകൊണ്ട് അത് ശരിയാണ്, അത് ലീഗലൈസ്ഡ് ആണ് എന്ന് പറയുന്നു. എന്നാൽ ഇന്ത്യ എന്ന ടെറിട്ടറിക്ക് അകത്ത് നിൽക്കുമ്പോൾ അവർക്ക് അങ്ങനത്തെ അവകാശങ്ങളില്ല, അത് ശരിയല്ല, അത് ലീഗലൈസ്ഡ് അല്ല എന്ന് പറയുന്നു. അപ്പോൾ ടെറിട്ടറി മാത്രം നോക്കിക്കൊണ്ടാണോ ഒരു നിയമത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്ന് ചോദിക്കുന്ന പുതിയ തലമുറയുടെ ചോദ്യങ്ങൾ എല്ലാം ഗ്ലോബലൈസ്ഡ് ആണ്. ഇവിടെ ഇരിക്കുന്ന അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞല്ല, അല്ലെങ്കിൽ സുഹൃത്തല്ല അവൻ്റെ സുഹൃത്ത്, അവളുടെ സുഹൃത്ത്. ഒരുപക്ഷെ അത് മറ്റു രാജ്യങ്ങളിലെ ചെറുപ്പക്കാരായിരിക്കാം അവരുടെ സുഹൃത്തായിട്ട് വരുന്നത്. മറ്റു രാജ്യങ്ങളിലേക്കുള്ള അവരുടെ ഒഴുക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കാണുന്ന നിയമം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ ടെറിട്ടറി ബേസ്ഡ് നിയമങ്ങളൊന്നുമല്ല. അതും ചിന്തിക്കേണ്ട ഒരു സമയം തന്നെയാണ്. ഇവിടെ നിന്നുകൊണ്ടാണ്, ഈ ഒരു വലിയ സ്പേസിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ചുരുങ്ങിയ അല്ലെങ്കിൽ ചുരുക്കിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഭരണഘടനയെ 2 രീതിയിൽ ഉപയോഗിക്കാം. ഈ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ രാഷ്ട്രത്തിന്റെ ഡെമോക്രസിയെ ഇല്ലാതാക്കാനും സാധിക്കും. ഈ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ രാഷ്ട്രത്തിന്റെ ഡെമോക്രസിയെ വിപുലമാക്കുവാനും സാധിക്കും. അപ്പോൾ ആരാണ് ഭരിക്കുന്നത് എന്നുള്ളത് മാറ്റർ, അത് വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന ഇങ്ങനെ നിലനിൽക്കണം. അത് പാർലമെന്റ് അല്ല ഇവിടെ സുപ്രമസിയിലുള്ളത്, വിൽ ഓഫ് ദ പീപ്പിൾ ആണ് സുപ്രീം ആയിട്ടുള്ളത്. വിൽ ഓഫ് ദ പീപ്പിൾ എക്സ്പ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏതിലൂടെയാണ്? അത് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് എന്നും അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസി ആണ് ഇന്ത്യക്ക് വേണ്ടത് എന്നും അത് ഇന്ത്യയുടെ ഒരു അടിസ്ഥാന ഭരണഘടനാ തത്വമാണ് എന്ന് പിന്നീട് സുപ്രീം കോടതി വിധികളിലൂടെ അംഗീകരിക്കപ്പെട്ടു. പക്ഷേ കോടതിയിൽ ജോലിയെടുക്കുന്ന ആൾ തന്നെയാണ് ഞാനെങ്കിലും ഈ കോടതി വിധികൾ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നത് കൂടി ചിലപ്പോൾ സംശയം നമുക്ക് തോന്നാം. കാരണം നമ്മൾ കണ്ടതാണ് ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടതും അതുപോലെ തന്നെ ആ വിധി വന്നതിന് ശേഷം രാമക്ഷേത്രം പണിതതും. അതിൻ്റെ നൈതികതയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവിടെ നീതി നടപ്പിലാക്കപ്പെട്ടോ എന്ന വലിയ ചോദ്യമുണ്ട്. നീതി നടപ്പിലാക്കി എന്ന് ആരെങ്കിലും ഇരുന്ന് പറഞ്ഞാൽ പോരാ. ഭരണഘടന വായിച്ചുകൊണ്ടോ വ്യാഖ്യാനിച്ചുകൊണ്ടോ സുപ്രീം കോടതിയിൽ ഇരുന്ന് 7 അംഗ ബെഞ്ചോ 8 അംഗ ബെഞ്ചോ 13 അംഗ ബെഞ്ചോ ഒന്നും പറഞ്ഞാൽ പോരാ. നീതി നടപ്പിലാക്കപ്പെട്ടു എന്ന് അവിടുത്തെ ജനതയ്ക്ക് മനസ്സിലാവുകയും വേണം, മനസ്സിലാക്കുകയും വേണം. ജസ്റ്റിസ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് സീംസ് ടു ബി ഡൺ എന്നുള്ളതാണ്. അത് നടത്തപ്പെട്ടു എന്ന് നമ്മളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട്. ആ രാമക്ഷേത്രത്തെ നോക്കുന്ന സമയത്ത് ഈ രാഷ്ട്രത്തിൽ നീതി നടപ്പിലാക്കപ്പെട്ടു എന്ന് എനിക്ക് നോട്ട് സീംസ് ടു ബി ഡൺ ആണ്. എത്ര പേർക്ക് അത് ആകാം എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അങ്ങനെ പല ഇന്റർപ്രിട്ടേഷൻസും സുപ്രീം കോടതി വിധികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ക്രിറ്റിക്കലി അതിനെ അനലൈസ് ചെയ്യുകയും ഒപ്പം തന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യേണ്ട കാലഘട്ടത്തിൽ തന്നെ നിന്നുകൊണ്ട് ഈ സുപ്രീം കോടതിയുടെ ചില വിധികളെ ആശ്രയിച്ച് തന്നെ സംസാരിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നുള്ളത് എന്ന ഒരു കാലഘട്ടത്തിന്റെ ഗതികേടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം നമ്മുടെ കയ്യിലുള്ളത് ഈ മുറി ചുരുക മാത്രമാണ് എന്ന് പറയാം.
അല്ലാതെ ഭരണഘടന ഒരു ഫുൾ പവേർഡ് വെപ്പണാണ് എന്ന് എനിക്ക് ബോധ്യമില്ല. ഈ ഭരണഘടന ഫുൾ പവേർഡ് വെപ്പണാക്കി മാറ്റാൻ, ജനങ്ങളുടെ കയ്യിലുള്ള വെപ്പണാക്കി മാറ്റാൻ അന്ന് തയ്യാറായില്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ മനുഷ്യർ എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു സംഗതി. അതതിൻ്റെ ഡിബേറ്റുകൾ വായിച്ചാൽ മനസ്സിലാവും. ആ ഡിബേറ്റുകൾ ഇപ്പോൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള നിയമസഭ ഭരണഘടന എടുത്ത് ആരോ കാറ്റിലേക്ക് എറിയാൻ തീരുമാനിക്കുന്ന സമയത്ത് മറ്റൊരു നിയമസഭ അതിരുന്നു കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ബേസിക് സ്ട്രക്ചർ? അതിലൊരു കാര്യം ഞാൻ പറഞ്ഞു, ജുഡീഷ്യൽ റിവ്യൂ എന്ന സംഗതി. എന്തെല്ലാമാണോ ഈ പാർലമെന്റ്, ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞയച്ച ആ 30% പോലും എത്താത്ത ഇന്ത്യൻ ജനതയുടെ ആഗ്രഹ അഭിലാഷങ്ങൾ പൂർത്തിയാകാൻ വന്നിട്ടുള്ള, ഇന്ത്യൻ ജനതയെ റെപ്രസെന്റ് ചെയ്യുന്ന ആ 30% ജനങ്ങൾ, മനുഷ്യർ, പാർലമെന്റേറിയൻസ് അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യക്ക് വേണ്ടുന്ന നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഇന്ത്യയുടെ ഭരണഘടന എടുത്ത് അമെൻഡ് ചെയ്യുമ്പോൾ ഒരു സുപ്രീം കോടതി വന്ന് അതിൽ ഇടപെട്ടുകൊണ്ട് ജുഡീഷ്യൽ റിവ്യൂ നടത്തിക്കൊണ്ട് പറയുകയാണ്, നോക്കൂ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിന് നിങ്ങൾക്ക് അധികാരമില്ല. പാർലമെന്റിന് ഒരു ഭരണഘടന നശിപ്പിക്കാനോ വെട്ടിക്കളയാനോ തിരുത്തുവാനോ അധികാരമില്ല. തിരുത്തേണ്ടത് എങ്ങനെ എന്ന പ്രൊസീജിയർ മാത്രമാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് തിരുത്താൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ എന്താണ് തിരുത്താൻ പാടുള്ളത്, എന്താണ് തിരുത്താൻ പാടില്ലാത്തത് എന്ന് പറയേണ്ടുന്ന അധികാരം ആരിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അത്ഭുതകരമായ, ഉത്തരം കിട്ടാത്ത വിസ്മയകരമായ ചോദ്യമായി നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഒരു ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്, വീണ്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കട്ടെ എങ്ങനെയായിരിക്കണം ഭരണഘടന എന്ന് വരെ പറഞ്ഞ ജഡ്ജസ് ഇരുന്നിരുന്ന സുപ്രീം കോടതി തന്നെയാണ് നമ്മുടെ സുപ്രീം കോടതി. അപ്പോൾ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യം പറയേണ്ടി വന്നത് അൾട്രാ വയസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ മറികടന്നുകൊണ്ട് ബിയോണ്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കളയപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ആ തിരുത്ത് അത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നു, ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ ഒന്നാമത്തെ കാര്യമാണ് സുപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. നേരത്തെ ഞാനത് വിശദീകരിച്ചു. രണ്ടാമത് വരുന്ന സംഗതിയാണ് ഈ രാജ്യത്തിൻ്റെ യൂണിറ്റി, ഐക്യവും സോവർണിറ്റിയും പരമാധികാരവും. ഇത് രണ്ടും ഇന്ത്യയിലുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ രണ്ടെണ്ണം നിങ്ങൾ ആരും തകർക്കരുത്. അത് തകർക്കാൻ, യൂണിറ്റിയെ തകർക്കുന്ന, അതുപോലെ തന്നെ സോവർണിറ്റിയെ തകർക്കുന്ന യാതൊരു തരത്തിലുള്ള നിയമങ്ങളോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഉണ്ടാക്കാൻ പറ്റില്ല. യൂണിറ്റിയെ തകർക്കുന്ന നിയമങ്ങൾ ഉണ്ടാകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മുടെ ഇടയിൽ ഭയം വിതച്ചുകൊണ്ട്, നമ്മുടെ ഇടയിലെ മനുഷ്യരെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട്, നമ്മളുടെ ഇടയിലെ പൗരന്മാരെ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ പൂർവികരുടെ, പിതാമഹന്മാരുടെ, പിതാമഹികളുടെ ചരിത്രവുമായി വരൂ എന്ന് ചോദിക്കുന്നത് നമ്മളെ മാറ്റി നിർത്തൽ തന്നെയല്ലേ? നമ്മളുടെ ഇടയിൽ തന്നെ അപരത്വം ഡെവലപ്പ് ചെയ്തു വരുന്ന സംഗതിയല്ലേ എന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ ഒരു നിയമം കൊണ്ട് മനുഷ്യരുടെ ഇടയിൽ അപരത്വം സൃഷ്ടിക്കുന്നത് തന്നെയല്ലേ യൂണിറ്റി ഇല്ലാണ്ടാക്കല്? അങ്ങനെയാണെങ്കിൽ ആ നിയമം തന്നെ, ആ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ആ നിയമം ഭരണഘടനയ്ക്ക് അകത്തുണ്ട് ആരാണ് ഇന്ത്യൻ സിറ്റിസൺ എന്ന്. ആ 10 സെക്ഷൻസ് കൃത്യമായി പറയുന്നുണ്ട് ആരായിരിക്കണം ഇന്ത്യൻ സിറ്റിസൺ, എങ്ങനെയായിരിക്കും ഒരാളെ ഇന്ത്യൻ സിറ്റിസണാക്കി മാറ്റേണ്ടത്, ഏത് നിമിഷത്തിലാണ് അയാൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലാതാകുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെയും ഒരു സിറ്റിസൺസ് ആക്ട് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ഇടയ്ക്ക് നമുക്ക് തോന്നാം. റൂൾസ് മതിയായിരുന്നല്ലേ? അല്ലെങ്കിൽ എന്തിനാണ് ഈ ഭരണഘടനയ്ക്ക് അകത്ത് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്? അല്ലെങ്കിൽ ആ പറഞ്ഞതിന് അപ്പുറത്തേക്ക് കടന്ന് നിങ്ങൾ എന്തുകൊണ്ട് നിയമനിർമ്മാണം ചെയ്യുന്നു? അങ്ങനെ നിയമനിർമ്മാണം ചെയ്യുമ്പോൾ ഈ രാഷ്ട്രത്തിന്റെ യൂണിറ്റിയെ നിങ്ങൾ തകർക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ടി വരികയാണ് നമുക്ക്. പരമാധികാരമുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം ചെയ്യുന്നത് എന്നാണ് സമാധാനിക്കുന്നത്. അപ്പൊ യൂണിറ്റി, ഐക്യത്തിന്റെയും പരമാധികാരത്തിനെയും തകർക്കുന്ന യാതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നും, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബേസിക് സ്ട്രക്ചറിന്റെ വയലേഷൻ ആണ് എന്നും അത് നിലനിൽക്കുന്നതല്ല എന്നുമാണ്. അപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു നിയമത്തെ, ഭരണഘടന അടക്കമുള്ള നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്ന സുപ്രീം കോടതിയാണ് ഇത് വായിക്കേണ്ടത്, ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ വായിച്ചുകൊണ്ട്? ഒരു ഹാർമോണിയസ് റീഡിങ്. ഘടകവിരുദ്ധമായി നിൽക്കുന്ന നിയമങ്ങളുണ്ടെങ്കിൽ അതിനെ ഒരുമിച്ച് വായിക്കാൻ സാധിക്കുന്ന ഹാർമോണിയസ് റീഡിങ് വേണം. അതുപോലെ തന്നെ അത് ബെനിഫിഷ്യൽ ആയിരിക്കണം. എന്തിനാണ് സിറ്റിസൺസ് അമെൻഡ്മെന്റ് ആക്ട്? ഈ രാജ്യത്തിന് ബെനിഫിഷ്യൽ ആവാൻ. രാജ്യം അല്ലെങ്കിൽ രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ്? വെറും ടെറിട്ടറി മാത്രമാണോ?
അതിനകത്ത് ജനത വേണ്ടേ, പൗരന്മാർ വേണ്ടേ? അപ്പൊ പൗരന്മാർക്ക് അനുകൂലമാവണ്ടേ? ഇവിടെ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന മനുഷ്യരെ നിങ്ങൾ ഇന്നു മുതൽ അപരനാകുന്നു എന്ന് പറയുന്നതാണോ ബെനിഫിഷ്യൽ റീഡിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്ന സംഗതി? അപ്പോൾ അവിടെയും ജുഡീഷ്യൽ റിവ്യൂ ആവശ്യമുള്ള സംഗതിയാണ് എന്ന് പറയേണ്ടി വരികയാണ്. അടുത്തത് ഡെമോക്രസി, റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. ഇത് രണ്ടും തകർക്കാൻ പാടില്ല. ബേസിക് സ്ട്രക്ചറിൽ മൂന്നാമതായി പറയുന്ന സംഗതിയാണ്. ഡെമോക്രാറ്റിക് ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെമോക്രാറ്റിക് ആണ് ഇന്ത്യ, അതിനെ തകർക്കരുത്. അതുപോലെ ഇന്ത്യക്ക് ഒരു റിപ്പബ്ലിക്കൻ ഫോം ഉണ്ട്, ഭരണഘടന എടുത്ത് കളയരുത്. നമ്മൾ അഡോപ്റ്റഡ് ഓൺ 1950 എന്ന സംഗതിയാണ്. അന്ന് മുതലാണ് നമ്മൾ റിപ്പബ്ലിക്കായി മാറിയത്. പിന്നെ പറയുന്നത് ഫെഡറൽ ക്യാരക്ടർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഈ ഫെഡറൽ ക്യാരക്ടർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴെല്ലാം സ്റ്റേറ്റ് എമർജൻസി കൊണ്ടുവന്നു, അതുപോലെ തന്നെ പട്ടാള ഭരണം കൊണ്ടുവന്ന്, അതുപോലെ തന്നെ നമ്മൾ കണ്ടു കാശ്മീരിന്റെ മുകളിലുള്ള പ്രവൃത്തികൾ, ഒരു സ്റ്റേറ്റിനെ എടുത്ത് യൂണിയൻ ടെറിട്ടറി ആക്കാൻ പറ്റുമോ? ഒരു ചോദ്യം വന്നതാണ്. അങ്ങനെ കാശ്മീർ നോക്കിയാൽ മതി, അതേ മുറിച്ച് കഷ്ണങ്ങളാക്കി, ഒരു കഷ്ണം യൂണിയൻ ടെറിട്ടറി ആക്കി, ഒരു കഷ്ണം സ്റ്റേറ്റ് ആക്കി, അല്ലേ? അപ്പോൾ ചോദ്യങ്ങൾ എന്തിനാ? ഉത്തരങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ യാഥാർത്ഥ്യങ്ങളായിട്ട് മുന്നിൽ നിരന്നിരിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ എന്തിനാന്ന് എനിക്ക് ചോദിക്കേണ്ടി വന്നു. ആ കുട്ടിയോട് പത്രം വായിക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ടി വന്നത്. അത് ചെയ്യാൻ പാടില്ല. കാരണം ഇന്ത്യ ഒരു ഫെഡറൽ ക്യാരക്ടറുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയുന്നു. അത് ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നു. പക്ഷെ ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധികളിലൂടെയാണ്. അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും ഇന്ത്യ ഫെഡറൽ ആണ് എന്ന് എഴുതി വെച്ചിട്ടില്ല. യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് എല്ലാവരുടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോട്ട് എ ഫെഡറേഷൻ, ഇന്ത്യ ഈസ് നോട്ട് എ ഫെഡറേഷൻ അറ്റ് ഓൾ എന്നാണ്. എന്നാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കുന്ന ഇന്ത്യയെ ആ ഭരണഘടന എഴുതിയ ആ വാക്കുകൾ തന്നെ വളരെയധികം കൺഫ്യൂസിങ് ആണ്. പക്ഷെ പിന്നീട് വന്നിട്ടുള്ള ജഡ്ജ്മെന്റുകളിലൂടെയാണ് ഇതൊരു ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്, ഫെഡറൽ നേച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കൊരിക്കലും അമെൻഡ് ചെയ്ത് കളയാനോ ഇല്ലാതാക്കി കളയാനോ സാധിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ ഭരണഘടന അവിടെ ഉണ്ട്, എന്നിട്ട് ഇവിടെ നടക്കുന്നതോ ഫെഡറലിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഫിസിക്കൽ പോളിസീസ് ആണ്, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ പോളിസീസ് ആണ്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ പോളിസി നോക്കൂ, എങ്ങനെയാണ് അതിന്റെ വിതരണങ്ങൾ നടക്കുന്നത്, ഓരോ സ്റ്റേറ്റിനും കൊടുക്കുന്ന വിഹിതങ്ങൾ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഫെഡറൽ നയങ്ങളൊന്നും ഇവിടെ നടപ്പിലാക്കപ്പെടുന്നില്ല. അതിന് പകരം പലപ്പോഴും നടക്കുന്നത് താല്പര്യാർത്ഥം ആർക്ക് നൽകണമെന്ന് തീരുമാനിക്കുന്ന ചില ക്രൈറ്റീരിയകൾ ഉണ്ടാക്കുകയും ആ ക്രൈറ്റീരിയകൾ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അവരുടെ ഇച്ഛാനുസരണം മാറ്റിമറിക്കുകയും പലപ്പോഴും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളുടെ മുകളിൽ ഈ ഫിസിക്കൽ പോളിസീസ് കൊണ്ടുവന്നുകൊണ്ട് കടിഞ്ഞാണിടുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഒരു ഫെഡറൽ നേച്ചറിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത വലിയ പ്രശ്നങ്ങൾ അത് നേരിടുന്നുണ്ട്. ഒരു കരാറ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കരാറ് എവിടെയെങ്കിലും പോയി സൈൻ ചെയ്ത് വന്ന് ഇന്ത്യൻ പാർലമെന്റിൽ റാറ്റിഫൈ ചെയ്ത് അത് യൂണിയൻ ലിസ്റ്റിൽ പെട്ടതാണോ, അത് കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണോ, സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതാണോ നോക്കിയാൽ എക്സ്ക്ലൂസീവ്ലി സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടാത്തതും അതേസമയം കൺകറന്റ് ലിസ്റ്റിൽ വന്നതും ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആരാണ് അവിടെ കയറി പോകുക? അവിടെ യൂണിയൻ ലിസ്റ്റ് എന്ന രീതിയിലാണ് പിന്നെ കൺകറന്റ് ലിസ്റ്റിനെ കാണാൻ സാധിക്കുക. പിന്നെ വരുന്ന സംഗതി സെക്യുലർ ക്യാരക്ടർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ സംഗതിയാണ്. സെക്യുലർ ക്യാരക്ടർ ഉണ്ട്. ശബരിമല കേസ് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഒരു പബ്ലിക് സ്പേസ് ആയിട്ടാണ് ഈ നിയമം, നമ്മുടെ നിയമം നമ്മുടെ അമ്പലങ്ങളെ നോക്കിക്കാണുന്നത്. പബ്ലിക് വർഷിപ്പിനുള്ള ഇടമായിട്ട് പൊതു ആരാധനാ കേന്ദ്രങ്ങൾ. ഈ പൊതു ആരാധനാ കേന്ദ്രത്തിന്റെ അകത്തേക്കുള്ള പ്രവേശനം അത് സമരങ്ങളിലൂടെ നേടിയെടുത്തതാണ്. ആ നേടിയെടുത്തത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്രത്തിനകത്തേക്കുള്ള പ്രവേശന ഡിക്ലറേഷൻ. അതിന് സമാനമായ സ്റ്റേറ്റ് ലോ, അതിന് സമാനമായ സ്റ്റേറ്റ് റൂള്. ആ റൂളിനകത്ത് ഒരു ഹഡില് 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾ കയറാൻ പാടില്ല. ആ ഹഡിൽ വെച്ചത് ആരാണ്? അത് ചാടിക്കടക്കാൻ വേണ്ടി അങ്ങനെ ഒരു കടമ്പ വെച്ചത് അരുത് എന്ന് പറഞ്ഞുകൊണ്ട്? അത് ഈ നാട്ടിലെ നിയമം എഴുതുന്ന ആളുകളാണ്. അത് സ്റ്റേറ്റിന്റെ പോളിസിയാണോ എന്ന് ആരും ചർച്ച ചെയ്തിട്ടില്ല. ആ നിയമം ഡ്രാഫ്റ്റ് ചെയ്ത മനുഷ്യര് അത് എഴുതി ഉണ്ടാക്കിയിട്ട് അത് ആ ആക്ടിന് പോലും
ഒരു ഓപ്പൺ ചെയ്യുന്ന ഒരു ആക്ട്, അതായത് ഒരു അമ്പലം ഒരു പബ്ലിക് സ്പേസ് ആണെന്നും പബ്ലിക് സ്പേസിൽ വർഷിപ്പ് ചെയ്യാൻ എല്ലാവർക്കും അധികാരമുണ്ട് എന്നും നിങ്ങളെ തടയാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുള്ള, അതിനുവേണ്ടി മാത്രം എഴുതി വെച്ച നിയമത്തിനകത്ത് ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ കയറരുത് എന്ന് എഴുതണമെങ്കിൽ പിന്നെ ആ പർപ്പസ്, എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ആക്ടിനെ തകർക്കുന്ന തരത്തില്, പർപ്പസ് ഓഫ് ആക്ടിനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ഒരു റൂളാണ് അവിടെ എഴുതി വെച്ചത്. ഒരു ടയർ അങ്ങ് ഊരിക്കളഞ്ഞു കാറിന്റെ. ഒരു നിയമം, ഒരു കാറാണെങ്കിൽ അതിന്റെ 4 ചക്രങ്ങൾ അതിന്റെ റൂളാണ്. ഈ 4 ചക്രങ്ങൾ കൃത്യമായി ഇട്ടാലാണ് കാറിന് ഓടാൻ സാധിക്കുള്ളൂ. ഒരു ടയർ ഊരി വെച്ചു. 10 മുതൽ 50 വയസ്സുള്ള സ്ത്രീകൾ കയറണ്ട. പിന്നെ അതെങ്ങനെയാണ് കൃത്യമായി പോവാ? അപ്പൊ സെക്യുലറിസം എന്ന സംഗതി അവിടെ ഇല്ലാതാക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കാണുന്ന സംഗതി എന്താണ്? സെപ്പറേഷൻ ഓഫ് പവർ. ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് 3 കമ്പാർട്ട്മെന്റുകളായി വെള്ളം ചോരാതെ നിൽക്കണം. അവരുടെ അധികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുപിണയുകയോ ഓവർലാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ പരസ്പരം തകരുകയോ ചെയ്യരുത്. ജുഡീഷ്യറിക്ക് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് നൽകണം, എക്സിക്യൂട്ടീവിന്റെ ഇൻഡിപെൻഡൻസ് നൽകണം, ലെജിസ്ലേച്ചറിന്റെ ഇൻഡിപെൻഡൻസ് നൽകണം. ആ സെപ്പറേഷൻ ഓഫ് പവർ ക്ലിയർ ആയിട്ട് വേണം എന്ന് പറയുന്നു. പക്ഷെ അപ്പുറത്തെ വീട്ടിലെ പ്ലാവിന്റെ ഇല കടിക്കുന്ന പശുവിനെ പോലെ ജുഡീഷ്യറി ഇടയ്ക്ക് ജുഡീഷ്യൽ ആക്ടിവിസം എന്നോ ജുഡീഷ്യൽ ടെററിസം എന്നോ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി കടിക്കാറുണ്ട്. തിരിച്ചും ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവിൽ കയറി കളിക്കാറുണ്ട്. തിരിച്ച് ഈ രീതിയിലുള്ള ഓവർലാപ്പിംഗ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഒരുപക്ഷെ പ്രസിഡന്റിന് ഇന്ത്യൻ പ്രസിഡന്റിന് അവകാശം നൽകിയിരിക്കുക. അങ്ങനെ തമാശ തോന്നുന്ന അവകാശമാണ്. കുറ്റം ചെയ്ത മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ എല്ലാ കോടതികളും അത് ശരിവെച്ച് അവസാനം പ്രസിഡന്റിന്റെ അടുത്തേക്ക് മേഴ്സി പെറ്റീഷന് പോവാത്രേ. അപ്പൊ ഇന്ത്യയിലെ പ്രസിഡന്റ് ആരാ? ദൈവമാണോ? കാരുണ്യവാനായ ഒരു ദൈവത്തെ ആയിട്ടാണ് പ്രതിഷ്ഠിക്കുന്നത്? അതോ ക്രൗണാണോ, രാജാധികാരമാണോ നൽകുന്നത്? ഇവിടുത്തെ നിയമങ്ങളെ പോലും മറികടന്നുകൊണ്ട് ഒരു ജുഡീഷ്യൽ അധികാരം ഒരു എക്സിക്യൂട്ടീവിന് നൽകണം. എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ കൺട്രി ആണ് പ്രസിഡന്റ്. അപ്പൊ അതേ ഭരണഘടനയാണിത് സെപ്പറേഷൻ ഓഫ് പവറിനെ കുറിച്ച് സംസാരിക്കുന്നത്. എല്ലാം ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ആംബിഗ്വസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുക എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഏറ്റവും അവസാനമായി പറയുന്ന അല്ലെങ്കിൽ 7 ബേസിക് ക്യാരക്ടേഴ്സിൽ സ്ട്രക്ചറിൽ 7ാമത് പറയുന്നത് ഇൻഡിവിജ്വലിന്റെ ഫ്രീഡത്തെ കുറിച്ചാണ്. അത് ഞാൻ പറഞ്ഞുവല്ലോ, ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ഭരണഘടനാപരമായി എഴുതി വെച്ചിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റുകൾ അഥവാ മനുഷ്യ അവകാശങ്ങൾ എന്ന് വിളിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ്, മാഗ്ന കാർട്ട ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പാർട്ട് 3 ആ അവകാശങ്ങൾ ഒരു പൗരന് നൽകുന്ന സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു പൗരന് എന്തെല്ലാം ലഭിക്കുന്നുണ്ട് ഈ ഒരു രാഷ്ട്രത്തിന്റെ കീഴിൽ നിൽക്കുമ്പോൾ എന്നുള്ളതാണ്. പക്ഷേ നാരായണ ഗുരുവിനെ ഓർത്തു പോവാണ്. കാരണം പശുവിൽ എങ്ങനെയാണോ പശുത്വമുള്ളത് അതുപോലെയാണ് അത്രേ മനുഷ്യനിൽ മനുഷ്യത്വം അന്തർലീനമായിരിക്കുന്നത്. ഈ മനുഷ്യത്വം എന്ന് പറയുന്ന ആ അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങളെ അക്കമിട്ട് എണ്ണി നമ്മൾ നോക്കുമ്പോൾ ആ മാനവിക മൂല്യങ്ങളെ നമുക്ക് വേണമെങ്കിൽ മനുഷ്യ അവകാശങ്ങളെന്ന് ഇന്നത്തെ സംസ്കരിച്ച ഫോമിൽ നോക്കുമ്പോൾ കാണാം, ഒരു സിവിലൈസ്ഡ് ഫോമിൽ എഴുതി വരുമ്പോൾ. അപ്പോ മൃഗത്തിൽ എങ്ങനെയാണോ മൃഗത്വം, പശു എന്ന് പറയുന്നത് മൃഗത്തെയാണ് ഉദ്ദേശിച്ചത്, മൃഗത്വമുള്ളത് അതുപോലെയാണ് മനുഷ്യനിൽ മനുഷ്യത്വമുള്ളത് എന്നും ഒരു മനുഷ്യനിൽ നിന്നും ആ മനുഷ്യത്വത്തെ വേർതിരിക്കാൻ സാധിക്കില്ല എന്നും അങ്ങനെ വേർതിരിക്കുന്ന നിമിഷത്തിൽ അയാൾ മനുഷ്യനല്ലാതാകുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടന നമ്മളിൽ അന്തർലീനമായിട്ടുള്ള ഈ മനുഷ്യത്വത്തെ ഇങ്ങനെ വേർതിരിക്കുന്ന ഒരു നിമിഷം വന്നാൽ എങ്ങനെയാണ് ഈ ഭരണഘടനയെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക? അല്ലെങ്കിൽ ഭരണഘടന തന്നെ എടുത്തു മാറ്റി ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ല, അല്ലെങ്കിൽ ഭരണഘടനയെ ഒന്ന് കുറച്ച് സമയത്തേക്ക് സ്റ്റാഗ്നേറ്റ് ചെയ്തു, കണ്ടുവല്ലോ എമർജൻസി സമയത്ത്. അന്നേരം നമ്മുടെ മനുഷ്യാവകാശങ്ങൾ കാറ്റിൽ പറത്തിയല്ലോ, ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തുവല്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ശരിയാണോ? അന്ന് മനുഷ്യന് ജീവിക്കാൻ അവകാശം ഉണ്ടായില്ലേ?
അന്ന് എമർജൻസിക്കെതിരെ നമ്മളാരും സമരം ചെയ്തില്ലേ? ആ എമർജൻസി തെറ്റാണ് എന്ന് കോടതിയിൽ പോയി പറയിച്ച് അങ്ങനെ ചെയ്യാൻ അധികാരമില്ല എന്ന് എഴുതിച്ചില്ലേ? അപ്പോൾ ഒരു ഭരണഘടന ഒരു മസ്റ്റാണോ എന്ന് പോലും നമുക്ക് ചോദിക്കേണ്ടുന്ന ഒരവസ്ഥയാണ്. ഈ ബേസിക് സ്ട്രക്ചർ നടപ്പിലാക്കാൻ പറ്റിയാൽ മാത്രമേ, അല്ലെങ്കിൽ നിലനിർത്താൻ പറ്റിയാൽ മാത്രമേ ഈ ഭരണഘടനയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിങ്ങനെ പറയും ഈ ബേസിക് സ്ട്രക്ചർ ഒരിക്കലും മാറ്റാൻ പറ്റില്ല, അതിനുള്ള അധികാരം പാർലമെന്റിനില്ല. ഭരണഘടനയിൽ പറയുന്നതനുസരിച്ച് നോക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് സുപ്രീം. നോക്കൂ, ഈ ബേസിക് സ്ട്രക്ചറിനെ നിലനിർത്താൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഭരണഘടനയ്ക്ക് നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഭരണഘടനയ്ക്ക് നിലനിൽപ്പില്ല. ഈ ബേസിക് സ്ട്രക്ചർ ഉണ്ട്, ഭരണഘടന മാറ്റാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും ഭരണഘടനയെ മാറ്റി നിർത്തി എമർജൻസി പ്രഖ്യാപിക്കുക, ഭരണഘടനയെ മാറ്റി നിർത്തി നിയമങ്ങൾ പാസ്സാക്കുക, ഭരണഘടനയുടെ ഓരോരോ ബേസിക് സ്ട്രക്ചറെ ഇല്ലാതാക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നതിനെ മറികടക്കുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സാധിക്കുക? ഭരണഘടനയുടെ നിലനിൽപ്പിനെ എങ്ങനെയാണ് നമ്മൾ ഉറപ്പുവരുത്താൻ സാധിക്കുക? അത് പറ്റില്ല. ഇനിയും ഒരുപാട് സംഗതികൾ കടന്നു വരുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രം എങ്ങനെ ഭരിക്കപ്പെടണമെന്ന രാഷ്ട്രീയ നിർദ്ദേശക തത്വങ്ങൾ, അതും തമ്മിലുള്ള ഒരു ഹാർമണി വേണം. അതുപോലെ തന്നെ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ട്രൽ പ്രോസസ്സ് ആവശ്യമാണ്. ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് അനിവാര്യമായിട്ടുള്ള സംഗതി. അതായത് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കാൻ അല്ലെങ്കിൽ നിലനിർത്തുവാൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ നിലനിർത്താൻ പറ്റിയ ഒരു രാഷ്ട്രീയ സാഹചര്യം ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് ഇവിടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഉണ്ടാവുകയുള്ളൂ, ഈക്വൽ റെപ്രസെൻറ്റേഷൻസ് വരികയുള്ളൂ. ഇവിടെ ജുഡീഷ്യറിയും ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും തമ്മിലുള്ള സെപ്പറേഷൻ ഓഫ് പവർ വന്നുകൊണ്ട് അതിൻ്റെ ഇൻഡിപെൻഡൻസ്, സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പ്രധാനമായി അതിൻ്റെ ഇൻഡിപെൻഡൻസിയെ ബാധിക്കുന്ന സംഗതിയാണ്. അതിൻ്റെ ഇൻഡിപെൻഡൻസിയെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യം പരമപ്രധാനമാണ് എന്ന് ഒരു കൂട്ടത്തിന് വേണ്ടി ഒരു വ്യക്തിയെ ബലി കഴിക്കുന്ന ആ പഴയ കിരാത കാലഘട്ടത്തിലെ ബ്രാഹ്മണിക്കൽ മൂല്യങ്ങളല്ല വേണ്ടത്. പകരം ഓരോ വ്യക്തിയുടെയും, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഫ്രീഡത്തിന് അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്ന, അവരുടെ അന്തസ്സിനെ അതുപോലെ ഉയർത്തി കാണിക്കുന്ന ഒരു മാനവിക മൂല്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്ക് ഉള്ളത്, അല്ലെങ്കിൽ അത് നിലനിർത്തേണ്ടത്. അത് വ്യാഖ്യാനിക്കുന്ന സമയത്ത് റൈറ്റ് ടു ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ വോൾഗ ടെലിസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് ജീവിക്കാനുള്ള അവകാശം എന്ത്, തൊഴിലെടുത്ത് ജീവിക്കാൻ, മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് അവര് സമരവുമായി സ്ട്രീറ്റ് വെൻഡേഴ്സ് എത്തിയ സമയത്ത് പറയുന്ന സംഗതി ഇങ്ങനെയാണ്: അങ്ങനെ എൻ്റെ ജോലി ഞാൻ എടുത്ത് എൻ്റെ അധ്വാനത്തിൻ്റെ മൂല്യത്തിൽ ഞാൻ ജീവിക്കുമ്പോഴാണ് എനിക്ക് അന്തസ്സോടെ ജീവിക്കാൻ ഇവിടെ സാധിക്കുന്നത് എന്ന് പറയുന്ന ആ മനുഷ്യരുടെ അടുത്ത്, ഇല്ല നിങ്ങൾക്ക് അന്തസ്സില്ല, നിങ്ങളെ അടിച്ചു ഓടിപ്പിക്കുകയാണ്, കാരണം ഇവിടെ ഞങ്ങൾക്ക് ഡെവലപ്മെൻ്റ് ആണ് ആവശ്യം എന്ന് പറയുമ്പോൾ ഒരു വലിയ കൂട്ടം മനുഷ്യർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കൂട്ടം മനുഷ്യർ അവർ ഇലീറ്റ് അല്ലാത്ത ആ മനുഷ്യരെ അവിടുന്ന് പായിക്കുകയാണ് അവരുടെ ഇടത്തു നിന്നും. നമ്മൾ പല വികസന പ്രക്രിയയിലും കാണുന്ന സംഗതിയാണ്. ആദിവാസികളെ, അതുപോലെ തന്നെ ഓരോ ഇടങ്ങളിൽ ജീവിക്കുന്ന ആ മനുഷ്യരെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അട്ടിപ്പായിച്ചുകൊണ്ടാണ് നമ്മൾ വികസനത്തിന്റെ വലിയ പാതകൾ വെട്ടിയൊരുക്കാറ്. അവരെ പകരം എവിടെ താമസിക്കുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, അത് നമുക്ക് അറിയേണ്ടതില്ല എന്ന രീതിയിലാണ്. അന്നേരം സുപ്രീം കോടതി പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള വാക്കുണ്ട്: നോട്ട് മിയർ ആനിമൽ എക്സിസ്റ്റൻസ്. റൈറ്റ് ടു ലൈഫ് മീൻസ് ജീവിക്കുക എന്ന അവകാശം എന്നുള്ളത് ഒരു ആനിമൽ എക്സിസ്റ്റൻസ് അല്ല, അതായത് ഒരു മൃഗതുല്യമായ ഒരു ജീവിതമല്ല. മനുഷ്യനും മൃഗം തന്നെയാണ്, മനുഷ്യനും ഒരു സോഷ്യൽ ആനിമലാണ്. മനുഷ്യനും ജീവിക്കുന്നത് ഇര തേടിയും ഇണചേർന്നും ഒക്കെ തന്നെയാണ്. അത് തന്നെയാണ് മൃഗങ്ങളും ചെയ്യുന്നത്. മൃഗങ്ങളും കിടക്കാൻ കൂടും ഉറങ്ങാൻ ഗുഹകളൊക്കെ കണ്ടെത്തുന്ന മൃഗങ്ങൾ തന്നെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാട്ടിലെ മൃഗങ്ങളെല്ലാം തന്നെ. അവരെവിടെയെങ്കിലും ഉറങ്ങാൻ സ്ഥലം കണ്ടെത്തുന്നുണ്ട്. നമ്മളും ഉറങ്ങാൻ വീട് കൂട്ടുന്നുണ്ട്. അവരും തണുപ്പും മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മൃഗീയ വാസനകളും നമുക്കുണ്ട്. അത് ഇവിടെ
ഒരു സർവൈവിന് വേണ്ടി, ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ഓരോ മൃഗത്തിൻ്റെയും ചോദനകളാണത്. പക്ഷെ ആ മൃഗീയമായിട്ടുള്ള, ആ മൃഗതുല്യമായിട്ടുള്ള ആ എക്സിസ്റ്റൻസ് പോരെ നമുക്ക് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പിന്നെ എന്താണ് വേണ്ടത്? മനുഷ്യ അന്തസ്സോടെ ജീവിക്കുമ്പോഴാണ് അത് റൈറ്റ് ടു ലൈഫ് എന്ന ആ വാക്കിനെ അന്വർത്ഥമാക്കുന്നത്. സോ റൈറ്റ് ടു ലൈഫ് മീൻസ് നോട്ട് മിയർ ആനിമൽ എക്സിസ്റ്റൻസ് ബട്ട് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്നാണ് കോടതി പറഞ്ഞത്. ഇവിടെയും പറയുന്നത് അതാണ്, മനുഷ്യ അന്തസ്സോടെ ജീവിക്കാൻ സാധിക്കുക. മനുഷ്യ അന്തസ്സോടെ ജീവിക്കണമെങ്കിൽ അവിടെ നമ്മളെ വിവേചനങ്ങൾക്ക് വിധേയമാക്കാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ അരുത്. നോക്കൂ, കോടതി പറഞ്ഞ ഒരു വിധിയാണ്, 2 വ്യത്യസ്ത ലിംഗത്തിൽപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ ഒരുമിച്ച് ജീവിച്ചാൽ, അതായത് അവര് വിവാഹബന്ധം എന്നതുപോലെ ലിവിങ് ടുഗദർ നടത്തിയാൽ അത് വിവാഹമായി വേണമെങ്കിൽ പരിഗണിക്കാം. പ്രൊലോങ്ഡ് കൊഹാബിറ്റേഷൻ എമൗണ്ട്സ് ടു ലീഗൽ മാരേജ്. അത് അവർക്ക് വേണമെങ്കിൽ പോയി വിവാഹവും കഴിക്കാം. അപ്പോൾ അവർ LIC പോളിസികൾ, അവരുടെ സ്വത്തവകാശം, അവർ ദത്തെടുക്കാനുള്ള അവകാശം, അവരെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള അവകാശം, അവരുടെ ജോലി അല്ലെങ്കിൽ മറ്റ് സംഗതികളുടെ പിന്തുടർച്ച അവകാശങ്ങൾ, ഇതെല്ലാം തന്നെ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് തമ്മിൽ ഷെയർ ചെയ്യാം. എന്നാൽ അത് ഭിന്ന ലിംഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ ജീവിക്കുകയാണെങ്കിൽ അവർ വേണമെങ്കിൽ ഒരുമിച്ച് ജീവിച്ചോട്ടെ, പക്ഷെ നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ ഉപദ്രവിക്കും വരുത്. കോടതി വളരെ എന്താ പറയാ, റാഡിക്കലായിട്ട് ചിന്തിക്കണമെന്ന് നമ്മൾ വിചാരിച്ചു. കോടതി കുറച്ചുകൂടി മനുഷ്യത്വപരമായി സംസാരിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ ഒരുപാട് ആളുകൾ ഒറ്റപ്പെടുത്തുന്നു, അവരെ ഹറാസ് ചെയ്യുന്നു. അതൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ട സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കടമയാണ്. അതുപോലെ തന്നെ അവരുടെ ഇടയിലുള്ള രതി, അത് അവർക്ക് അനുഭവിക്കാൻ അവകാശമുണ്ട്. അത് ഉഭയസമ്മതപ്രകാരമാണെങ്കിൽ അത് കുറ്റമല്ല, ഡീക്രിമിനലൈസ് ചെയ്തു 377 എന്നെല്ലാം കോടതി വളരെ മനോഹരമായി പറഞ്ഞു. അങ്ങനെ കോടതിയുടെ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ വളരെ ഉദാരവും വളരെ പ്രോഗ്രസീവുമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ഇങ്ങനെ വന്ന് അവസാനം എത്തുമ്പോൾ പറയുന്നത്, അവർ കല്യാണം കഴിക്കേണ്ട കേട്ടോ, അവർക്ക് കല്യാണം ലീഗലൈസ് ചെയ്യാതെ അത് ഞങ്ങളുടെ പണിയല്ല, അത് ഒരു മാരേജ് ലോന്റെ കീഴിൽ വരുന്നതാണ്, അത് പാർലമെന്റ് തീരുമാനിക്കേണ്ടതാണ്. അവർ തമ്മിൽ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത്, അവർക്ക് വിവാഹം കഴിക്കാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പാർലമെന്റ് തീരുമാനിക്കേണ്ട സംഗതിയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? 2 ഭിന്ന ലിംഗത്തിൽപ്പെട്ട ആളുകൾ, ഒരേ ലിംഗത്തിൽപ്പെട്ട ആളുകൾ വന്ന് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ ചോദിച്ചാൽ ആരെങ്കിലും വാടകയ്ക്ക് കൊടുക്കുമോ? അവര് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഷുറൻസ് പോളിസിയുടെ ഭാഗമായി സ്പൗസിനെ ചേർക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അവരുടെ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകാൻ സാധിക്കുമോ? അവർക്ക് 2 പേർക്കും കൂടിയിട്ട് കുഞ്ഞിനെ ദത്തെടുക്കാൻ സാധിക്കുമോ? എത്രയെത്ര ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു രാഷ്ട്രം ഇമ്പോസ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്പൗസുകൾക്ക് കിട്ടുന്നത് അവർക്ക് മുഴുവൻ നിഷേധിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യരിൽ നിന്നും മറ്റേ മനുഷ്യരെ മാറ്റി നിർത്തുന്നത് നിയമങ്ങൾ കൊണ്ടാണ്. തുല്യതയുണ്ട് എന്ന് പറയുന്ന, ഇവിടെ ഒന്നും തന്നെ ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള സ്ഥിതിയിലേക്കും അതുപോലെ സമത്വത്തിലേക്കും, അതായത് റിസോഴ്സിലേക്കും അതുപോലെ സ്റ്റാറ്റസിലേക്കും ഒരുപോലെ സമത്വമുണ്ട് എന്ന് പറയുന്ന, അത് ബേസിക് സ്ട്രക്ചറിലുള്ള, അത് പ്രിയാമ്പിളിലുള്ള, അതിനു വേണ്ടുന്ന പ്രൊട്ടക്റ്റീവ് നിയമങ്ങൾ ഉണ്ടാക്കാൻ അധികാരം നൽകുന്ന മൗലിക അവകാശ അനുച്ഛേദങ്ങളുള്ള ഭരണഘടനയുള്ള ഒരു നാട്ടിൽ ആ ഭരണഘടനയ്ക്ക് അനുസൃതമായി അത് വ്യാഖ്യാനിക്കാനോ ആ രീതിയിലൊരു നിയമനിർമ്മാണം നടത്താനോ തയ്യാറാവാതെ അത് പാർലമെന്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. ഇത്തരം ഒരുപാട് കാപഢ്യങ്ങള് പല സമയത്തും പാർലമെന്റിന്റെ കോർട്ടിൽ നിന്നും അത് സുപ്രീം കോടതിയുടെ കോർട്ടിലേക്ക് തട്ടിക്കൊണ്ടും സുപ്രീം കോടതിയിൽ നിന്ന് അത് പാർലമെന്റിലേക്ക് തട്ടിക്കൊണ്ടും കളിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുകയാണ്. ടെലിവിഷനിൽ നോക്കിയിരുന്ന് ഒരു ഷട്ടിൽ കോക്ക് കളിയോ മറ്റോ കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിയോ കാണുന്നത് പോലെയാണ് നമ്മൾ കാണേണ്ടി വരുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് ഈ രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സുപ്രീം കോടതിയുടെ ഇൻഡിപെൻഡൻസ്, ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിന്, സെപ്പറേഷൻ ഓഫ് പവറില് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ പോലും ബാധിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായ ബേസിക് സ്ട്രക്ചർ അവിടെ തുരങ്കം വയ്ക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് ജഡ്ജസ് ആണോ ഏറ്റവും മനോഹരമായി ഈ സ്റ്റേറ്റിന് അനുകൂലമായി നിൽക്കുന്നത്, ആ ജഡ്ജസ് നാളെ സ്റ്റേറ്റ് ചെയ്യുന്ന, ഭരണകൂടം ചെയ്യുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ പരാതി നൽകേണ്ടുന്ന, അത് കേട്ട് നിഷ്പക്ഷമായി ആ ഭരണകൂടത്തിനെതിരെ പോലും വിധി പറയേണ്ടുന്ന
മനുഷ്യാവകാശ കമ്മീഷനുകളുടെ, ന്യൂനപക്ഷാവകാശ കമ്മീഷനുകളുടെ, സ്ത്രീയവകാശ കമ്മീഷനുകളുടെ, ബാലാവകാശ കമ്മീഷനുകളുടെ തലപ്പത്തിരിക്കുകയാണ് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് എവിടെയാണ്, എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക, ആരാണത് നമ്മളിലേക്ക് എത്തിക്കുക? നമ്മൾ പറഞ്ഞയക്കുന്ന പാർലമെന്റേറിയൻസ് തന്നെയല്ലേ ഇത് ചെയ്യുന്നത്? അപ്പൊ ഇവിടെയും വിഷയം വരികയാണ്. ഇങ്ങനെ റൂൾ ഓഫ് ലോ തൊട്ട് പാർലമെന്ററി ഡെമോക്രസി തൊട്ട് ഇത്തരം ഒരുപാട് വിഷയങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് ഇതെല്ലാം തന്നെ. ഈ കാഴ്ചകളിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഇനിയും വേണം എന്നുള്ളത്, ഇനിയും നിലനിൽക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കത് പറയാതെ നിവൃത്തിയില്ല. ഇന്ത്യൻ ഭരണഘടന അല്ലാതെ ഇന്ന് നമുക്ക് മറ്റൊന്നുമില്ല. പിന്നെ അതില് പാർലമെന്റിന് ലിമിറ്റഡ് പവറേ ഉള്ളൂ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനെന്ന് 1-2 വിധികളിലൂടെ പറയുന്നുണ്ട്. ഈ വിധിന്യായങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഒരുപക്ഷെ കേരളത്തിന് വേണമെങ്കിൽ അഭിമാനിച്ചുകൊണ്ട് സംസാരിക്കാം. അതായത് നമ്മുടെ 1973 കേശവാനന്ദ ഭാരതി കേസ് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ വായിച്ചിട്ടൊക്കെ ഉണ്ട്. ആ കേസ് വരുന്നത്, ആ കേസാണ് ഒരിക്കൽ ബേസിക് ഡോക്ട്രിൻ, ഈ ഭരണഘടനയുടെ ഈ ബേസിക് ഡോക്ട്രിൻ, അതായത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ലേ ഡൗൺ ചെയ്യുന്നത്. അതായത് അതിലൂടെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ആ സമയത്താണ് പറയുന്നത് ഒരിക്കലും ബേസിക് സ്ട്രക്ചറിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം നമ്മളുടെ പാർലമെന്റിന് ഇല്ല എന്നുള്ള സംഗതി. ആ ജുഡീഷ്യറി അങ്ങനെ ഒരു അമെൻമെന്റ് പാർലമെന്റ് ചെയ്തതായി കണ്ടെത്തുകയാണെങ്കിൽ ജുഡീഷ്യറിക്ക് അത് സ്ട്രക്ക് ഡൗൺ ചെയ്യാം എന്ന ആ വലിയ ജഡ്ജ്മെന്റ് നമ്മുടെ ലാൻഡ് റിഫോംസ് ആക്ട് കൊണ്ടുവന്ന സമയത്താണ് കേശവാനന്ദ ഭാരതിയുടെ കേസ് വരുന്നതും ആ സമയത്താണ് ഈ കാര്യങ്ങൾ വരുന്നത്. അത് ആദ്യമേ തന്നെ നമ്മളുടെ അതിന് മുൻപത്തെ തന്നെ ഒത്തിരി കേസുകളിൽ തന്നെ ഈ കാര്യങ്ങൾ മുഴുവൻ കടന്നു വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സജ്ജൻ സിംഗിന്റെ കേസ്, ശങ്കരി പ്രസാദിന്റെ കേസ്, അതുപോലെ അതായത് പാർലമെന്റിന്റെ അമെൻഡ് ചെയ്യാനുള്ള അധികാരമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വന്നിട്ടുള്ള കേസുകളാണ് അത്. ഇതില് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുകളിലുള്ള ഈ അവകാശം 368 എങ്ങനെയാണ് കൊടുക്കുക, ഇമ്പോസ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ആ ഫെഡറൽ അധികാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിൽ അത് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 329 നമ്മുടെ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നു. എന്നിട്ട് അതിൽ 3 ആളുകൾ, അതായത് വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, സ്പീക്കർ തുടങ്ങിയ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും ജുഡീഷ്യറിയുടെ സ്ക്രൂട്ടനി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അന്നത്തെ പാർലമെന്റ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് അമെൻഡ് ചെയ്യാൻ നോക്കി നിയമം. അതിനെ അലഹബാദ് കോടതിയുടെ ജഡ്ജ്മെന്റിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ സംഗതി വന്നത്. അതിലും ഇടപെട്ടുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് ശരിയല്ല, ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കും അത്, അതുകൊണ്ട് ബേസിക് സ്ട്രക്ചറിനെ ബാധിച്ചുകൊണ്ടുള്ള ഒരു കാര്യവും ചെയ്യരുത് എന്ന്. അതുപോലെ മിനർവ മില്ലിന്റെ കേസിലും 42ാം അമെൻമെന്റായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം അമെൻഡിങ് പവർ ഉണ്ട്, അത് ലിമിറ്റഡ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സംഗതിയും അവിടെയാണ് വരുന്നത്. അങ്ങനെ ഒത്തിരി കേസുകളിൽ മാത്രമല്ല ഈ പാർലമെന്റിന് ലിമിറ്റഡ് പവറേ ഉള്ളൂ എന്നും പുറകിലേക്ക് പോയിട്ട് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ പോയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറയുന്നതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മുകളിൽ വന്നിട്ടുള്ള മണ്ഡൽ കേസ് എന്നറിയപ്പെടുന്ന ഇന്ദിരാ സാവനി വേഴ്സസ് റിസർവേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട കേസിലും ബേസിക് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ എടുത്ത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ബേസിക് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം കേസുകൾ 1994 വരെയുള്ള സന്ദർഭങ്ങളിൽ വലിയ രീതിയിൽ കീറി ചർച്ച ചെയ്തു. പക്ഷേ നമ്മുടെ കാശ്മീരിനെ സംബന്ധിക്കുന്ന ഫെഡറലിസം എന്ന ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും രാമജന്മഭൂമി എന്ന കാര്യത്തിലെ സെക്യുലറിസം എന്ന സംഗതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വന്നപ്പോഴും ഒന്നും ഈ ബേസിക് സ്ട്രക്ചർ തൊടാതെയാണ് അതിനെ കൈകാര്യം ചെയ്തത്. കാരണം ഇത് ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇന്ന് വന്ന രീതിയിലുള്ള ഒരു ജഡ്ജ്മെന്റ് ഇടാൻ അന്ന് സുപ്രീം കോടതിക്ക് സാധിക്കില്ല. അതിന് പകരം അത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കേസ് മാത്രമായി കാണുകയും 2 മനുഷ്യർ തമ്മിലുള്ള പ്രോപ്പർട്ടി തർക്കമൊക്കെ പറഞ്ഞു തീർക്കുന്നത് പോലെയുള്ള രീതിയിലുള്ള ജഡ്ജ്മെന്റ് കൊണ്ടുവന്ന് 2 കൂട്ടർക്കും എന്തോ ഒരു സമാശ്വാസ പദ്ധതികളൊക്കെ നിശ്ചയിച്ച് അതിനുവേണ്ട കമ്മിറ്റി ഒക്കെ ഫോം ചെയ്യുന്നൊക്കെ പറയുന്ന ഏതോ ഒരു ഒരു പാരന്റ്സിന്റെ ഒരു അധികാരം എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് കോടതികൾക്ക്. അതായത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അങ്ങനെയുള്ള ചില അധികാരങ്ങളൊക്കെ എടുക്കാം.
റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉള്ളവരാണല്ലോ. അപ്പൊ നമ്മളുടെ പാരന്റ് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ ഒരു പാരന്റ് പാട്രി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. അങ്ങനത്തെ ഒരു ജൂറിസ്ഡിക്ഷൻ എടുത്തുകൊണ്ട് അവർ ആശ്വസിപ്പിക്കുന്ന ചില ജഡ്ജ്മെന്റുകൾക്ക് ഇടയുണ്ടായി. പക്ഷെ അങ്ങനെ ഒരു പാരന്റിങ് അല്ല നമുക്ക് ആവശ്യമെന്നും നമുക്ക് വേണ്ടത് നീതിയാണ് എന്നും ആ നൈതികത ഡെലിവർ ചെയ്യാനുള്ള, ജസ്റ്റിസ് ഡെലിവർ ചെയ്യാനുള്ള ഇൻഡിപെൻഡൻസി ഇല്ല നമുക്ക് എന്നും, ആ ഇൻഡിപെൻഡൻസി ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറെ സംരക്ഷിക്കുന്ന കാവലാളാവുക എന്നതും നമ്മൾ ഇന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ആരാണ് ജഡ്ജസിനെ തീരുമാനിക്കുന്നതെങ്കിൽ അത് പാർലമെന്റേറിയൻസ് ആണ് എന്നും, ആരാണ് പാർലമെന്റേറിയൻസിനെ തീരുമാനിക്കുന്നതെങ്കിൽ അത് ന്യൂനപക്ഷമാണ് എന്നും, ആ ന്യൂനപക്ഷത്തിന്റെ ഡെമോക്രസിയാണ് ഇന്ത്യൻ ഡെമോക്രസി എന്നും, ഈ ഡെമോക്രസി ആണോ നമ്മൾ സംരക്ഷിക്കേണ്ടത്, ഒരു ഭൂരിപക്ഷത്തിന്റെ ഡെമോക്രസിയിലേക്ക് വളരുകയും ഇന്ത്യയിലെ ബേസിക് സ്ട്രക്ചർ, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യാൻ ഉള്ളൊരു പരിശ്രമമായിട്ട് ഇത്തരം ചർച്ചകളും വേദികളും ചിന്തകളും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു വന്ന് അവസാനിപ്പിക്കുന്നത്. കാരണം ഇതിലേറെ പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ പോയിരുന്ന് എഴുതേണ്ടി വരും കഥകൾ എന്നതുകൊണ്ട് മാത്രം ജയിലിൽ പോകാൻ ഇപ്പൊ സമയമായിട്ടില്ല എന്നതുകൊണ്ടും ഞാൻ തൽക്കാലം നിർത്തുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി.